നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. വേനലിന്റെ കാഠിന്യം കനക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വരൾച്ച പിടിപെട്ടിരിക്കുന്നു. എല്ലാ വേനൽക്കാലങ്ങളിലും സർവ്വസാധാരണമായിട്ടുള്ള അപകടം തീപിടുത്തമാണ്. ഇത്തവണ വേനലിന്റെ തുടക്കത്തിൽ തന്നെ പതിവിലും ഏറെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായ തീപിടുത്തങ്ങൾ ആൾനാശമുണ്ടാക്കിയിട്ടില്ലെങ്കിലും കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തിടെ എറണാകുളം നഗരത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പ്ലാസ്റ്റിക് ബോംബ് പൊട്ടിത്തെറിച്ചത്. 3 ദിവസമെടുത്തു തീയും പുകയും പൂർണ്ണമായി കെട്ടണയാൻ. തീ നിയന്ത്രിക്കാനായെങ്കിലും മാലിന്യ കൂമ്പാരത്തിന്റെ അടിയിൽ നിന്ന് പുക ഇപ്പോഴും ഉയരുന്നുണ്ട്. അതുപോലെ മലപ്പുറം എടവണ്ണ തൂവക്കാട് പടിഞ്ഞാറേക്കരയിൽ പെയിന്റ് ഗോഡൌണിന് തീപിടിച്ചപ്പോൾ അതിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു. ഇതുകൂടാതെ സംസ്ഥാനത്ത് പല വനപ്രദേശങ്ങളിലും കാട്ടുതീയും കൂടെ ഉണ്ടാവുന്നുണ്ട്. 2 മാസത്തിനിടെ കേരളത്തിൽ 567 തീപിടുത്തം ഉണ്ടായെന്നാണ് കണക്ക്. ഇതിൽ ഏറിയ പങ്കും മലയോര മേഖലകളിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വയനാട് ബാണാസുര മലയിൽ ഉണ്ടായ കാട്ടുതീ 3 ദിവസം കഴിഞ്ഞിട്ടും നിയന്ത്രിക്കാനായിട്ടില്ല. കാട്ടിൽ നിന്ന് തീ പടർന്ന് മലയുടെ താഴത്തെ ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും വരെ എത്തി. മുതലമലയിലും ബന്ദിപ്പൂർ വനമേഖലയിലും തീപിടുത്തമുണ്ടായപ്പോൾ ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് നശിച്ചത്. വയനാട്ടിലെ മുനീശ്വർ കുന്നും തലപ്പുഴ ഹൈസ്കൂൾ പരിസരങ്ങളിലും ഉണ്ടായ തീപിടുത്തം ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ഇടുക്കി ജില്ലയിൽ മാത്രം ഈ 2 മാസത്തിനുള്ളിൽ 190 തീപിടുത്തം ഉണ്ടായെന്നാണ് നാസയുടെ ഉപഗ്രഹ സംവിധാനമായ ലാൻഡ്ഫോംസ് പുറത്തുവിട്ട ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇടുക്കിക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനവുമായി പാലക്കാടുമുണ്ട്. 118 തീപിടുത്തമാണ് 2 മാസത്തിനിടയിൽ ജില്ലയിൽ ഉണ്ടായത്. തൃശൂരിൽ 74, വയനാട്ടിൽ 67, കോട്ടയത്ത് 26, മലപ്പുറത്ത് 23 തീപിടുത്തങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ പറയുന്നത്. മിക്ക തീപിടുത്തങ്ങളും ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ തന്നെയാണ് ജനവാസ കേന്ദ്രങ്ങളിലും കാടുകളിലും തീപിടുത്തം ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം. കേരളത്തിൽ അന്തരീക്ഷത്തിലെ ജലാംശം കുറയുന്നതും ചൂടുകാറ്റും തീപിടുത്തത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് പുറമെ മിക്ക തീപിടുത്തങ്ങളും മനുഷ്യനിർമ്മിതങ്ങളാണ്. ചെറിയൊരു സിഗരറ്റ് കുറ്റിയോ തീപ്പെട്ടിക്കൊള്ളിയോ ഒക്കെ വലിയ തീപിടുത്തം ഉണ്ടായേക്കാം. കടുത്ത വേനലായതുകൊണ്ട് ഒരു ചെറിയ തീപ്പൊരി തന്നെ ധാരാളം വ്യാപകമായ നാശമുണ്ടാക്കാൻ. തീയണക്കാനുള്ള ശ്രമങ്ങളൊക്കെ തടസ്സപ്പെടാറാണ് പതിവ്. എങ്കിലും കേരളത്തിൽ ഈ ദിവസങ്ങളിൽ തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകുന്നതിനാൽ അതീവ ജാഗ്രതയിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും വനം വകുപ്പും. അധികൃതരെ പോലെ ഇനിയുള്ള വേനൽ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം. എന്തെന്നാൽ ദിനംപ്രതി സംസ്ഥാനത്ത് താപനില കൂടിക്കൊണ്ടുവരികയാണ്. ഇത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യത ഏറെയാണ്. പഴയ കെട്ടിടങ്ങളിലൊക്കെയാണ് തീ പിടിക്കാൻ സാധ്യത കൂടുതൽ. നമ്മുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന വൈദ്യുത ഷോർട്ട് സർക്യൂട്ടും വലിയ അഗ്നിബാധയുണ്ടാക്കിയേക്കാം. സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് പലയിടത്തുമായുള്ള അഗ്നിബാധയെക്കുറിച്ചുള്ള വാർത്തകൾ നാം എന്നും കേൾക്കുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ള ബോധം എപ്പോഴും നമുക്ക് വേണം. എന്തെന്നാൽ മിക്ക തീപിടുത്തവും നമ്മൾ മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം ഉണ്ടാവുന്നതാണ്.